മോൾക്ക് എത്ര നാളത്തെ 2 മാസം പരിചയമുള്ളായിരുന്നോ? അധികമായിട്ടില്ല. സെക്ഷലി ആയിട്ട് ഇത് ഫിസിക്കലായി നടന്നിട്ടുണ്ട്. പക്ഷെ ഞാന് സേഫ് അല്ലല്ലോ. കോണ്ട യൂസ് ചെയ്തിട്ടാ ചെയ്തേക്കുന്നത്. ആക്ട്രസ് അല്ലേ, പല വികാരങ്ങളും പല എക്സ്പ്രഷനും കാണിക്കുന്നതാണല്ലോ ആക്ട്രസ്. അപ്പം വീണ്ടും ദിയ ഞങ്ങൾക്ക് തെളിവ് സഹിതം കൊണ്ടിട്ട് തരുവാണ്. ദിയയുടെ കയ്യിൽ ഞങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള വോയിസ് റെക്കോർഡുകൾ, ഞങ്ങളുടെ പല കാര്യങ്ങളും ദിയയുടെ കയ്യിലുണ്ടെന്നുള്ള തെളിവുകൾ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി. ബിഗ് ബോസ് താരം സജന നൂറും ഫിറോസ് ഖാനും കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഒരു തലവേദന തന്നെയാണ് അല്ലേ? നിങ്ങൾ തന്നെ കണ്ടു നോക്കൂ. ഒരാൾ ഇവിടെ തെളിവിടുമെങ്കിൽ തൊട്ടടുത്ത നിമിഷം അടുത്ത ആള് അവിടെ തെളിവിടുന്നു. അത് പോരാഞ്ഞിട്ട് കുറെ പേര് വീണ്ടും തെളിവുകൾ എടുക്കും. ഇപ്പം തെളിവുകളുടെ ഒരു പൂരം എന്ന് വേണം പറയാം. ശരിക്കും ഇതൊരു കുടുംബ പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ പോലും നമുക്കറിയില്ല. കാര്യങ്ങൾ കണ്ടാൽ അല്ലെങ്കിൽ കേട്ടാൽ നമ്മൾ തന്നെ ഞെട്ടിപ്പോകും. ഇവരുടെ വേർപിരിയലിന് കാരണമായിട്ട് സജന ഉന്നയിച്ച കാര്യങ്ങൾ വലിയ ചർച്ചയായിരുന്നല്ലോ. എന്നാൽ ഇതിനൊക്കെ അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുന്നത് ഇപ്പോൾ നിങ്ങൾ കേട്ട ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ടല്ലോ, 17 വയസ്സുകാരുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ വന്നപ്പോഴാണ്. ശരിക്കും ഇത്തരം ആരോപണം വന്നാൽ അത് ഫിറോസിനെ എത്രത്തോളം ബാധിക്കും എന്നതല്ല, മറിച്ച് ഈ പറയുന്ന പെൺകുട്ടിയുടെ ശബ്ദരേഖ സോഷ്യൽ മീഡിയയിൽ എത്തിയപ്പോൾ ആ വിഷയത്തിന് ലഭിച്ച ഗൗരവമാണ്. ശരിക്കും ഞാൻ ചെറിയൊരു ബൈറ്റ് മാത്രമാണ് ഇട്ട്, ചെറിയൊരു പോർഷൻ മാത്രമാണ് ഇട്ടത് ആ ഒരു ഓഡിയോ ക്ലിപ്പിന്റെ. കാരണം അറിയാലോ, 17 വയസ്സായിട്ടുള്ള ഒരു കുട്ടിയാണ്. കൂടുതൽ നമുക്ക് ഒന്നും ആഡ് ചെയ്യാൻ പറ്റത്തില്ല, വേറെ തലത്തിലേക്ക് പോവും. നമുക്കറിയത്തില്ല ഇത് ഈ ഒരു വോയിസ് ഒറിജിനൽ ആണോ അതോ ഫേക്ക് ആണോ എന്നൊന്നും കൂടി അറിയത്തില്ല. സജന മാനിപ്പുലേറ്റ് ചെയ്തതാണോ എന്നും അറിയില്ല. ഇത്രയും കോൺട്രവേഴ്സികൾ നടക്കുന്നത് കൊണ്ടേ. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ക്ലിപ്പിന്റെ ചെറിയൊരു പോർഷനാണ് കേട്ടത്. ഇതിന്റെ കുറച്ച് പോർഷന് നമ്മുടെ ഷെഫീന ബീവിയുടെ ചാനലിലുണ്ട്. അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വോയിസ് ക്ലിപ്പ് കേൾക്കാം. എന്താണ് സജനയും ആ പെൺകുട്ടിയുമായിട്ട് സംസാരിക്കുന്നത് ഉള്ളത്. ഞാൻ എന്തായാലും അതിങ്ങോട്ട് ബാലൻസ് ആഡ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഞാൻ ആ ഒരു നിങ്ങൾക്ക് അറിയിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ആ ഒരു ക്ലിപ്പ് ആഡ് ചെയ്തത്. കാരണം അതും പേടിച്ചാണ് കേട്ടോ. ഒന്നാമത് കേസ് അറിയാലോ ഏത് ലെവലിലാണ്, നമുക്കത് പണി കിട്ടുന്ന കാര്യമാണ്. നമ്മൾ ആ ഒരു ഓഡിയോ ക്ലിപ്പ് കേൾക്കുവാണെങ്കിൽ, ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞല്ലോ, വിശദമായിട്ട് ഓഡിയോ ക്ലിപ്പ് കേൾക്കുന്നവർക്ക് അതിൽ ആ പെൺകുട്ടി പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ചില സംശയങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. എന്നാൽ അതിന്റെ മറുവശത്ത് നമ്മൾ നോക്കുമ്പോൾ ഫിറോസ് പറയുന്നത് ഇതെല്ലാം പ്ലാൻ ചെയ്തുണ്ടാക്കിയതാണ് എന്നുള്ളതാണ്. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട്. എന്നാലും കഴിഞ്ഞ ദിവസം നമ്മുടെ സജന ഒരു വീഡിയോ ആയിട്ട് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അറിയാലോ, ഇപ്പം സജന വരുമ്പോഴത്തേക്കും തൊട്ടടുത്ത നിമിഷം വേറെ ആരെങ്കിലും വരും, അല്ലെങ്കിൽ ഫിറോസ് വരും. ഇപ്പൊ ഒരുപാട് ഇതുമായി അലിഗേഷനുമായി ബന്ധപ്പെട്ട് കുറെ വീഡിയോസും ഓഡിയോ ക്ലിപ്സും നമ്മുടെ ഫേമസ് ആയിട്ടുള്ള റസൂൽ പൂക്കുറ്റിയുടെ ശബ്ദരേഖ വരെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടു. അപ്പൊ എന്തായാലും നമുക്ക് സജനയുടെ ആ ഒരു പറയുന്നത് ശബ്ദരേഖയല്ല, വീഡിയോ സജന നേരിട്ട് വന്ന് സംസാരിച്ചത് എന്താണ് നമുക്കൊന്ന് കേട്ടു നോക്കാം. ആക്ട്രസ് അല്ലേ, പല വികാരങ്ങളും പല എക്സ്പ്രഷനും കാണിക്കുന്നതാണല്ലോ ആക്ട്രസ്. ഇപ്പൊ കരഞ്ഞതല്ല, കരച്ചിലൊക്കെ സജന നീക്കി വെച്ചിരിക്കുക. ഇപ്പൊ അടുത്ത കോൺട്രവേഴ്സി, അടുത്ത വീഡിയോ വോയിസ് റെക്കോർഡൊക്കെ ആയിട്ട് ദിയാസന വന്നിട്ടുണ്ടല്ലോ. ദിയ, താങ്ക് യു സോ മച്ച്. കാരണം ദിയയുടെ പേരിൽ ഞാനും അദ്ദേഹം ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവള് റിജക്ട് ചെയ്ത് അവിടെ പറഞ്ഞിരിക്കുന്നത് ദിയാസനയ്ക്ക് അങ്ങനെ ഒരു വോയിസ് റെക്കോർഡും കാര്യങ്ങളും ഒന്നും ദിയയുടെ കയ്യിൽ ഇല്ല എന്ന് പറഞ്ഞൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പം വീണ്ടും ദിയ ഞങ്ങൾക്ക് തെളിവ് സഹിതം കൊണ്ടിട്ട് തരുവാണ്. ദിയയുടെ കയ്യിൽ ഞങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള വോയിസ് റെക്കോർഡുകൾ, ഞങ്ങളുടെ പല കാര്യങ്ങളും ദിയയുടെ കയ്യിലുണ്ടെന്നുള്ള തെളിവുകൾ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി. കാരണം ഫിറോസ് ഖാൻ ഒരു വോയിസ് റെക്കോർഡ് കൊണ്ട് ഇറക്കുന്നു, എന്റെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യം. അത് തികച്ചും ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പറ്റിയ ഒരു മണ്ടത്തരമാണെന്ന് ഞാൻ അത് തുറന്നു പറഞ്ഞു. ഞാൻ അത് എന്റെ ഫ്രണ്ട്സിനെ വിശ്വസിച്ച് ഞാൻ ഇട്ടുകൊടുത്ത സാധനമാണ് പുറത്ത് വന്നത്. ഇപ്പം റസൂലക്ക അവരോട് സംസാരിച്ച സാധനം റെക്കോർഡ് ചെയ്തിട്ട് അതിട്ടേക്കുന്നു. ഞങ്ങൾ തമ്മിലുള്ള ആർഗ്യുമെന്റ്സ്, ഞാനത് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങൾ തമ്മിലുള്ള ആർഗ്യുമെന്റ്സ് അങ്ങ് എക്സ്ട്രീം ലെവലിൽ പോയി. ആദ്യത്തെ ആ വോയിസ് റെക്കോർഡിന് അത്രയൊന്നും ഇല്ലെന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, അത്രയും അഗ്ലി സംസാരങ്ങൾ വരെ ഞങ്ങൾ പേഴ്സണലായിട്ട് സംസാരിച്ച വോയിസ് റെക്കോർഡ് ഇറങ്ങിയത്. അപ്പം ആ ദേഷ്യത്തിൽ എനിക്ക് പറഞ്ഞ കുറെ മാറ്റർ, ഇത് കുറെ പഴയതാട്ടോ. ആ സമയത്ത് എന്റെ വോയിസ് റെക്കോർഡ് ഇറങ്ങിയ സമയത്തുള്ള സാധനം തന്നെ അത്. ഇനി നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നത് റസൂൽ പൂക്കുട്ടി ഇപ്പോൾ അടുത്ത് വന്ന് വോയിസ് റെക്കോർഡ് സച്ചിനയ്ക്ക് പകരം ഇട്ടു എന്ന് പറഞ്ഞ കുറെ ആൾക്കാരുണ്ട്. അങ്ങനത്തെ ഒരു വോയിസ് റെക്കോർഡ് അല്ല. അദ്ദേഹം വന്നൊരു ലൈവോ അല്ലെങ്കിൽ അദ്ദേഹം ഒരു വീഡിയോ വന്ന് ചെയ്യട്ടെ ഇപ്പം. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഇത് തന്നെ ഞങ്ങൾ കുറെ പേഴ്സണലായിട്ടുള്ള ഫോട്ടോസും എന്നെല്ലാം പറയുമ്പോൾ നിങ്ങൾ വേറെ രീതി ചിന്തിക്കേണ്ട. ഞങ്ങൾ രണ്ടും ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോസ് ലീക്ക് ആയിട്ടുണ്ടല്ലോ, അത് പിന്നെ ഞങ്ങളുടെ വോയിസ് റെക്കോർഡുകൾ, ഞങ്ങളുടെ കുറെ തെളിവുകൾ, ഇതെല്ലാം ഇവളുമാരുടെ കയ്യിലുണ്ട്. ദിയാസന, ആൻമരിയ, പിന്നെ വീണ നായർ ഇതുപോലെ തന്നെ ഓരോ വിളിച്ചിട്ടുണ്ട്. ഇതിന്റെ തെളിവുകൾ എന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒന്നുമില്ല. അത് വീണ നായർ ചുമ്മാ എന്നെ ചൊറിയാൻ വന്നിട്ടുണ്ട്. പിന്നെ ഫിറോസ് ഖാൻ, ഓഫ്കോഴ്സ് ഫിറോസ് ഖാൻ്റെ കയ്യിൽ, പിന്നെ ഒരു മീഡിയക്കാരുടെ കയ്യിൽ ഞാൻ അവനിപ്പോൾ പിടിച്ചിരുന്നില്ല. സാഹചര്യം വരുമ്പോൾ ഇവരെല്ലാം ഞാൻ വെളിയെടുത്തു. അങ്ങനെ ഞങ്ങളിട്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സംഭവം ഞങ്ങൾ കൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ എല്ലാണല്ലോ ആദ്യം പറഞ്ഞത്. അപ്പം ഈ വോയിസ് റെക്കോർഡ് ഇറങ്ങിയത്
വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു, ഇനിയും ദിയയുടെ കയ്യിൽ പലതും ഉണ്ട്. അതായത് ഈ വോയിസ് റെക്കോർഡ് എന്നെ കേൾപ്പിച്ചപ്പോൾ ഉള്ള ട്രിഗറിലാണ് ഞാൻ ഇക്കാലത്ത് കിടന്ന ആർഗ്യുമെന്റ്, ഞങ്ങൾ തമ്മിലുള്ള വഴക്കാണ് ആദ്യം കേട്ട വോയിസ് റെക്കോർഡ്. മനസ്സിലായല്ലോ? അപ്പൊ ഞങ്ങളുടെ ഇടയ്ക്ക് നിന്ന് കളിച്ച് ഇത് മൊത്തം റെക്കോർഡ് ചെയ്യണമെങ്കിൽ വെൽ പ്ലാൻഡ് അല്ലേ ഇവര്? അതായത് നെക്സ്റ്റ് ഞങ്ങളെ ഭീഷണിപ്പെടുത്താനോ അല്ലെങ്കിൽ ഞങ്ങളെ ഇത് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഞങ്ങളെ ഇതിനകത്ത് ആക്കണമെങ്കിൽ ഇവർക്ക് ഞങ്ങളുടെ തക്കതായ വാശിയുണ്ടല്ലോ, ദേഷ്യമുണ്ടല്ലോ. അതിനുള്ള കാരണമാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്. അവരുടെ എന്റെ അടുത്ത് ഞാൻ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം തർക്കിച്ചതും എന്റെ വീട്ടിൽ അതൊന്നും വന്ന് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ ഇല്ലീഗൽ സാധനങ്ങളെല്ലാം പറഞ്ഞ എന്റെ ദിയയ്ക്കുള്ള കേന്ദ്രി ദിയാണ് ഇവരെല്ലാം ഇളക്കി ഇത് ഉണ്ടാക്കി കൊണ്ട് വന്നിട്ടുള്ളത്. അപ്പം വേറൊന്നുമല്ല, ഇത് നേരത്തെ പറഞ്ഞതിലപ്പുറം ഒന്നും എനിക്കിത് ഈ വീഡിയോക്ക് അത് എക്സ്പ്ലനേഷൻ പറയാനേ ഇല്ല. പിന്നെ ദിയ നീ ഇനി പല പല വോയിസ് റെക്കോർഡ് കൊണ്ടുവരും. കാരണം എന്തിനാ? ദിയയുടെ MDMന്റെ കാര്യം മറയ്ക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാൻ പറയുന്നു, ദിയ നീ എത്ര വോയിസ് റെക്കോർഡ് കൊണ്ടുവന്നാലും സബ്ജക്ട് മാറ്റണ്ട. നീ ഇപ്പൊ വെല്ലുവിളിച്ചെന്ന് പറഞ്ഞല്ലോ, എവിടെ ഏതൊക്കെയോ വീട് ഞാനൊന്നും കാണുന്നില്ല, കാരണം ഇന്ന് ഇച്ചിരി ബിസി ആയിപ്പോയി. അപ്പം ദിയ എവിടേക്കോ പറഞ്ഞു എന്ന് പറഞ്ഞു, അവള് വരാം, ചെക്ക് ചെയ്യാൻ വരാന്ന് പറഞ്ഞു. എന്റെ ദിയ, ഇത് ഞാൻ നാട്ടുകാരെ കേൾപ്പിക്കാനല്ല ഇത് പറയുന്നത്. ദിയ, നിന്നെ മനസ്സിലാക്കാൻ നീ ഏതൊക്കെ രീതി മൂവ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഞാൻ അറിയുന്നു എന്നുള്ള തെളിവാണ്. 2 ദിവസം മുന്നേ ദിയ ഏതൊരു ഡോക്ടറെ വിളിച്ചിട്ട് 3 മാസം മുന്നേ ഒരു സാധനം ഇങ്ങനെ നടന്നത്, അത് ബോഡി കാണുമോ, ചെക്കപ്പ് ചെയ്ത് ഞാൻ കാണുമോ എന്നൊരു സാര്യം ചോദിച്ചത്, അത് എന്റെ കയ്യിലെത്തിയിട്ടുണ്ട് ദിയ. അത് ഇതിപ്പം നാട്ടുകാരെ കേൾപ്പിക്കാനോ നിങ്ങൾക്ക് പറഞ്ഞു കേൾപ്പിക്കാനല്ല, ദിയയ്ക്ക് മനസ്സിലാക്കാൻ ഞാൻ അത് വരെ ഇവിടെ അറിയുന്നുണ്ട്. അപ്പം ദിയയുടെ വ്യക്തമായിട്ട് പറയുക, ദിയാസന 3 മാസം മുന്നേ അല്ല, ഫെബ്രുവരി 15-ാം തീയതി 12-നും 12:30-നും 1 മണിക്ക് ഇടയ്ക്കാണ് നീ ഈ സാധനങ്ങൾ ചെയ്തിരിക്കുന്നത്. വ്യക്തമാക്കി. ഇനി ഏതെങ്കിലും ഡോക്ടറെ വിളിച്ച് നോക്കുമ്പോൾ ഈ ഡേറ്റ് പറഞ്ഞിട്ട് വേണം ചോദിക്കാൻ. എന്റെ മോളെ, ഒരു 3-4 വർഷം എന്റെ അറിവിൽ ഞാൻ ചോദിച്ചത് 3-5 വർഷം 6 വർഷം എത്ര വർഷം ഇത് കാണും, ഹെയറിൽ ഇത് ചെക്ക് ചെയ്താൽ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ 1 വർഷത്തിനകത്ത് ഈ കാര്യങ്ങൾ അറിയാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അപ്പം ഈ സാധനം പുള്ളിയിൽ നിന്ന് പോത്തില്ല മോളെ, ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. നീ അതുകൊണ്ട് ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞത് കൊണ്ട് എവിടെയാണ് വരേണ്ടത്? സജന ചേച്ചിയും വരാം. സജന ചേച്ചിയുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണ്ടേ, അല്ലെങ്കിൽ ഹെയർ എടുത്ത് ചെക്ക് ചെയ്യണ്ടേ? അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ടെസ്റ്റ് ചെയ്യാം ഉടനെ തന്നെ. ഈ പറഞ്ഞ വാക്ക് മാത്രം പറഞ്ഞ കാര്യമില്ല. എടി വീണ്ടും 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 ഞാൻ പറയുക, നീ വന്ന് ടെസ്റ്റ് ചെയ്തില്ലെങ്കിൽ മോളെ ഞാൻ നിന്നെ മരണം വരെ വെറുതെ വിടത്തില്ല. നീ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പം നിന്റെ കൂടെ നിന്ന ആ പയ്യനും നീയും കൂടെയാണ് ചെയ്തത്. അപ്പൊ ഞാൻ വിളിച്ചിരുന്നില്ല അതിനകത്ത്. പിന്നെ ബിഗ് ബോസ് താരം 2 പേര്, അവരും ഇത് സാക്ഷിയാണ്. അവരെയും നിർബന്ധിച്ചതാണ്. എന്റെ മക്കൾ സത്യം അവർ കഴിച്ചിട്ടില്ല, അവരും ചെയ്തിട്ടില്ല ഇത്. പക്ഷെ ഇവള് നിർബന്ധിച്ചപ്പം അവരത് പറഞ്ഞില്ല, ഞങ്ങൾ ഇതെല്ലാം നിർത്തി കുറെ കാലമായാണ് അവർ പറഞ്ഞത്. അപ്പം ദിയാസന, ഇത് പറഞ്ഞില്ലേ അവരുടെ മനസ്സിലുണ്ടല്ലോ ഇവൾ ഇത്ര വലിയ കളിയാണെന്നുള്ളത്. പിന്നെ നീ പറഞ്ഞത്, നീ ആണെങ്കിൽ നീ ഈ സാധനത്ത് നീ ചെയ്തില്ലെങ്കിൽ നീ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അവിടെ നിന്നിട്ട് ഞാൻ ഇപ്പൊ ചെയ്ത് കാണിക്കും എന്ന് പറയുന്ന ഒരാൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? വാ, ടെസ്റ്റ് ചെയ്ത് കാണിക്കും മോളെ. നീ ആരാണെന്ന് തെളിയിക്കും മോളെ. ലോകം നിന്നെ ഒരുത്തിയെ പിടിച്ചാ എത്ര പേരിനകത്ത് തോന്നുന്നറിയോ? അതുകൊണ്ട് നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒത്തിരി പേരാണ് സർ. എല്ലാവർക്കും ഞാനൊരു കാര്യം പറയുക, ഇവളുടെ കോൾ റെക്കോർഡും അവളെ കോൾ ലിസ്റ്റും എടുക്കണം. അതിലെടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള മാഫിയകളെല്ലാം വെളി വരും. കാരണം ഇവള് കോൾ വിളിക്കുന്നതും ഇവള് കച്ചവടം ചെയ്യുന്ന എല്ലാത്തിന്റെ ആൾക്കാരുടെ റെക്കോർഡ്സും കാര്യങ്ങളും ഇവളെ കോൾ ലിസ്റ്റ് എടുത്തിട്ട് അവർ ഫോളോ ചെയ്താൽ ഞാൻ കറക്റ്റ് ആയിട്ട് കിട്ടും. അതുകൊണ്ട് അതും ഈ പറയുന്ന നിയമ നടപടികൾ എടുക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും എടുക്കണം. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് സജന വീണ്ടും വരുന്നതായിരിക്കും, അടുത്ത വോയിസ് കേൾക്കാനും. ഓക്കെ, ബൈ. അപ്പൊ സജന പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം വ്യക്തത വന്നല്ലോ. ഇനി ഇത് കേട്ടിട്ട് ദിയാസന വെറുതെ നിൽക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. തൊട്ടടുത്ത നിമിഷം തന്നെ നമ്മുടെ ദിയയും ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി പുള്ളിക്കാരിക്ക് എന്താണ് പറയാനുള്ളത് നമുക്കൊന്ന് കേട്ടോക്കാം. കാരണം കഴിഞ്ഞ ദിവസമില് നമ്മള് സിനിഫൈൽ എന്ന് പറയുന്ന ചാനലില് പുള്ളിക്കാരി ഡീറ്റെയിൽ ആയിട്ട് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതില് കുറേയേറെ തെളിവുകളും വോയിസ് ക്ലിപ്പുകളും എല്ലാം പുള്ളിക്കാരി പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ വോയിസ് ക്ലിപ്പുകൾ എന്ന് പറയുമ്പോൾ ശരിക്കും അതിന്റെ ഒരു പൂരം തന്നെയാണല്ലേ. പല വെറൈറ്റി ടൈപ്പുകളുള്ള ഓഡിയോ ക്ലിപ്പ് സത്യം പറഞ്ഞ കേട്ടിട്ട് തന്നെ നമ്മളുടെ കിളി തന്നെ പറന്നു പോകുന്ന ഒരു അവസ്ഥയാണ്. എന്തായാലും നമുക്ക് ദിയാസന പറയുന്നതും കൂടെ കേട്ടു നോക്കാം. ഹലോ ഗൈസ്, സജന ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാനിപ്പോൾ വന്നത്. ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസ്, അയ്യോ അവർ പാവങ്ങൾ, വീട്ടിൽ വന്ന പയ്യൻ, അയ്യോ അവർ പാവങ്ങൾ. എന്തൊരു മാനിപ്പുലേഷനാണ് നോക്കി. ഇപ്പൊ ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് ഇല്ലേ? കാരണം ബിഗ് ബോസ് കണ്ടസ്റ്റൻസിലൊക്കെ ഇതെന്താ ഇവൾ പറയുന്നത് എന്താണെന്ന് ചോദ്യം ചെയ്യാൻ തുടങ്ങി. അവർക്ക് ആർക്കും അറിയില്ല ഇങ്ങനൊരു സംഭവം. ഇതെന്താ ഇവൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നുള്ള ആകെ മൊത്തത്തിലുള്ള കൺഫ്യൂഷനാണ് എല്ലാ ആൾക്കാരും. എല്ലാ ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസിനെയും പിടിച്ച് ഇടുന്ന പോലെ ആയിപ്പോയില്ലേ. പലരും പല പിള്ളേരുടെ അടുത്തും ചോദിക്കുന്നുണ്ട് അത്രേ, ഇത് എന്താ ഇവക്ക് ഇങ്ങനെ. ഓൾമോസ്റ്റ് ആളുകൾക്ക് മനസ്സിലായി ഏകദേശം ഈ കൊച്ചിന് മാനസികമായിട്ട് എന്തോ കാര്യമായിട്ട് പ്രശ്നം ഉണ്ടെന്നുള്ളത്. പിന്നെ ഇവളുടെ ഇവള് വെല്ലുവിളിച്ചിട്ടിരുന്ന് പറയുന്നു എന്തെന്ന്, ഏതോ ഡോക്ടർ പോയി കണ്ടു 3 മാസം മുമ്പ്, ആരോ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു 3 മാസം വരെയുള്ള റിപ്പോർട്ട് എടുക്കാന്ന്. അപ്പൊ ഇനിയിപ്പം ഞാനിനി റിപ്പോർട്ട് എടുത്തോണ്ടെന്ന് നെഗറ്റീവ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും വർഷത്തിന്റെ കണക്കൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ഒക്കെ എന്റെ മേലെ അറ്റാക്ക് ഇടാമല്ലോ. ഇവിടെ എന്തൊരു വേണമെങ്കിലും ചെയ്യാൻ ഞാൻ തയ്യാറടേ, ഏത് ടെസ്റ്റിന് വേണമെങ്കിലും റെഡി. പക്ഷെ നിന്റെ കൂടെ ഇല്ല. കാരണം ഞാനിപ്പോ പോലും പോയിട്ട് ടെസ്റ്റ് എടുക്കാൻ പോവുകയാണ്. ഇത് 8 to 10 ദിവസം വരെ കിട്ടുമെന്നുള്ളതാണ് തിരിച്ചു കിട്ടുന്ന ഇൻഫർമേഷൻ. ഞങ്ങളിപ്പോ ഇന്ന സ്ഥലത്താണ്, ഞാൻ ഇവിടെ ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു ചോദിച്ചാൽ ആ ഹോസ്പിറ്റലും ക്ലിനിക്കൊക്കെ നിന്റെ മറ്റേ റസൽ പൂക്കുട്ടിയുടെ മാമാടെയും കൊച്ചാപ്പാടെയൊക്കെ മക്കളായിരിക്കും, മനസ്സിലായില്ലേ? അപ്പൊ നീ പലതും കിടന്ന് ചെയ്യും. ഞാൻ സീരിയസ്ലി പറയണേ സജന, നീ കിടന്ന് വെപ്രാളപ്പെടണ്ട. നീ ഒന്ന് അടങ്ങി ഒന്ന് സ്വസ്ഥമായിട്ടൊക്കെ ഒന്ന് ഇരിക്കാൻ നോക്കുക. അങ്ങനെ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ നിനക്ക് പറ്റില്ല. കാരണം എന്റെ മൂട്ടി തീ പിടിച്ചോളെ, റസൽ പൂക്കുട്ടി പെട്ടു.
ദിയാസന വന്ന റസൽ പൂക്കുട്ടിയുടെ കാര്യങ്ങളും കൂടെ ഇനി അപ്ഡേറ്റഡ് ആക്കാൻ തുടങ്ങി. നീ കേസോ കൂട്ടമോ എന്താന്ന് വെച്ചാൽ അയക്കോ, എനിക്ക് അഗേൻസ്റ്റ് ആണ് നീ സംസാരിച്ചു തുടങ്ങിയത്. അവിടെ നിന്ന് ഞാൻ വാലിഡ് ആയിട്ടുള്ള കൃത്യമായ കാര്യങ്ങളാണ് പറഞ്ഞത്. നീ പറഞ്ഞല്ലോ നീ അയച്ചു കൊടുത്തു പറഞ്ഞില്ലേ? നീ അയച്ചു കൊടുത്തെന്ന് പറഞ്ഞില്ലേ? ഞാൻ കൊടുത്തിട്ടില്ല, പക്ഷെ ഞാൻ പറയുന്നത് നീ അയച്ചു കൊടുത്തെന്ന് പറഞ്ഞില്ലേ? നീ എനിക്ക് അയച്ചു തന്നിട്ടില്ലേ? നീ ആരോടെ ഇത് പറയുന്നത്? ആൻമരിക്ക് അയച്ചു കൊടുത്തു, ആൻമരി നീ എനിക്ക് അയച്ചു തന്നിട്ടില്ലേ? നീ എത്ര ആളുകൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്? ആൻമരിക്ക് അയച്ചു കൊടുത്തതോടൊപ്പം തന്നെ അച്ചായന് അയച്ചു കൊടുത്തിട്ടില്ലേ? ഇനി ആളുകളുടെ പേര് വേണം. എന്താണ് ഞാൻ പറയാത്തതെന്നറിയാവോ? നീ അയച്ചു കൊടുത്ത ആളുകളുടെ പേര് പറയാത്തത്. ഏതെങ്കിലും രീതിയിൽ അങ്ങനെ ഒരു പേര് വരുമ്പോൾ അടുത്ത് അവർ വേറെ എന്തോ ചെയ്തെന്ന് പറഞ്ഞ് നീ വരും. എത്ര മനുഷ്യരാണെന്ന് അറിയാവോ ഇതിനകത്ത് പെട്ടുപോകുന്നത്? റോഷ്നിയുടെ കേസ് ഇപ്പൊ സംസാരം നടക്കുന്നുണ്ട്. അവളെ പറ്റിയിട്ട് നീ എന്തോരം വൃത്തികെട്ട അലിഗേഷൻസാണ് പറയുന്നത്. അവൾ കുറേ സാധനങ്ങൾ അവളത് വരുന്നുണ്ട്. അപ്പം നീ അതിനെ ഏറ്റുപിടിച്ചു. എന്തോ നിന്നെ കൊണ്ടുപോയി എന്തൊക്കെ ആക്കി എന്നുള്ളതല്ലേ? അതൊക്കെ വരും. പുറകിൽ തന്നെ വന്നോളൂ. അതൊക്കെ അവർ നോക്കിക്കോളൂ. എനിക്കറിയില്ല ഈ ആൾക്കാരെ പോലും, നിന്റെ കാറ്റഗറി പോലും എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ഒരു വിഷയം വരുമ്പോഴത്തേക്ക് ഓരോരുത്തർ വരുന്നല്ല. ഒരു കൊച്ച് ഇൻബോക്സിൽ വന്ന് പറഞ്ഞു ദുബായിൽ പോയ സമയത്ത് അവരുടെ കൊളാബറേഷൻ ചെയ്യാന്ന് പറഞ്ഞ് ഏതോ ബ്യൂട്ടി പാർലർ ആരെ പറ്റിച്ചു എന്ന്. പയ്യന്മാരെ കൂടെ വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട് ദിർഹംസ് ഒക്കെ കുറെ കൊടുക്കാനുണ്ട്. ഇത്ര എന്തൊക്കെയാ നിന്നെ പറ്റിയിട്ട് കേൾക്കുന്ന കഥകൾ. നീ ഇതെല്ലാം മുക്കാൻ വേണ്ടിയിട്ട് നിന്റെ റസൂൽ പൂക്കുട്ടിയുടെയും വിഷയം മുക്കാൻ വേണ്ടിയിട്ട് നീ ഓരോരുത്തരുടെ മണ്ടയിൽ ഓരോന്ന്. ദിയാസനയ്ക്ക് ഇതൊന്നും പുത്തരിയല്ല. ഞാൻ ഉള്ളൊരു കാര്യം പറഞ്ഞുതരാം മോളടുത്ത് ഞാൻ വളരെ കൃത്യമായിട്ട് പറയുന്നത്, കുറേ വർഷങ്ങളായിട്ട് ഞാൻ എന്റെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. എന്നെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണങ്ങൾ ആർക്ക് വേണമെങ്കിലും എടുക്കാം. ഇവിടുത്തെ പോലീസ് അതോറിറ്റി ആയിക്കോട്ടെ, ഇവിടുത്തെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക പരിസ്ഥിതിയിലുള്ള മനുഷ്യരൊക്കെ എന്നെ പറ്റിയിട്ട് അറിയാം. ഇനി എന്നെ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് തരത്തിൽ വേണമെങ്കിലും സഹായിക്കാൻ ഞാൻ തയ്യാറാണ്. എന്റെ കയ്യിൽ നിന്ന് 1 രൂപ പോലും മുടക്കൂല എന്ന് പറഞ്ഞതിന്റെ റീസൺ പോലും 5000 മുതൽ 10000 രൂപ വരെയൊക്കെ ഈ ടെസ്റ്റിനോ അതും ഇതിനൊക്കെ റിപ്പോർട്ടിനാവുമെന്ന് വിചാരിച്ചിട്ട് ഇനി അത് വേണമെങ്കിലും മുടക്കിയിട്ട് എനിക്കത് ചെയ്യുന്നതിൽ ഒരു പ്രശ്നമില്ല. പക്ഷേ നീ വെല്ലുവിളിക്കുന്ന രീതികളും നിന്റെ ഫ്രസ്ട്രേഷനും നിന്റെ ആക്രാന്തവും നിന്റെ വെപ്രാളവും ഒക്കെ ഉണ്ടല്ലോ, നിന്റെ റസൂൽ പൂക്കുട്ടിയെ നിന്നെ സംരക്ഷിക്കാനുള്ള കവചമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നീ 10 പേരെ ഇട്ട് കൊടുത്താലും ശരി. എന്നെ സജ്ന നൂറെ ദിയാസന പറയാണ്, ഒരു ചുക്ക് സംഭവിക്കൂല. ഇതവിടെ കല്ല് പോലെ ഇരിപ്പുണ്ട്. മെനിഞ്ഞാന്ന് നിന്റെ ആരോപണം കൊണ്ട് ഞാൻ ഫേസ് ചെയ്തത് 24 hours ആണ്. എനിക്കിനി പേടിയില്ല. നോ ഇഷ്യൂ. ഓക്കെ, ആളുകൾക്ക് തട്ടിക്കളിക്കാൻ ഒരു യന്ത്രം കൂടിയാണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. എല്ലാവർക്കും കണ്ടന്റ് മതി, അതുമായിട്ട് അവർ മുന്നോട്ട് പോകും. അതുകൊണ്ടിട്ട് നീ ഇനി എന്തായി വന്നാലും വീണ്ടും സജന നൂറെ ദിയാസന ഇവിടെ തന്നെയുണ്ട്. എന്തിനു തയ്യാറാണ്. പക്ഷെ നിന്റെയോ നിന്റെ റസൽ പൂക്കുട്ടിയുടെ അതോറിറ്റിയിലുള്ള ഒരു ഹോസ്പിറ്റലുകളോ ഒരു ക്ലിനിക്കുകളിലോ ഞാൻ ഉണ്ടാവില്ല. ഓക്കെ, അത് ബന്ധപ്പെട്ട അധികാരികളായി ബന്ധപ്പെട്ട ആരെങ്കിലും വന്ന് അതുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്താൽ ഐ വിൽ ഡു, ഉറപ്പായി. പിന്നെ നിന്റെ മാനിപ്പുലേഷൻ എന്താ? നീ എന്താ ഏതോ ഡോക്ടറിന്റെ അടുത്ത് 3 മാസം മുമ്പേ, അത് ഞാൻ പറഞ്ഞായിരുന്നു എനിക്കറിയൂടാ. ഏതോ ഡോക്ടറിന്റെ അടുത്ത് 3 മാസം മുമ്പേ, 10 മാസം മുമ്പേ, 1 വർഷം മുമ്പേ, 1.5 വർഷം മുമ്പേ, 2 വർഷം മുമ്പേ, 5 വർഷം മുമ്പേ, 10 വർഷം മുമ്പേ, നീ എന്തെടുത്താലും ശരി തന്നെ ഞാൻ ആ ചാലഞ്ച് തയ്യാറാണ്. ആ ചാലഞ്ചിന് ഞാൻ തയ്യാറാണ്. പൊന്നും മോളെ, ഫാമിലി കോർട്ടിൽ പോയി ഇരിക്കുമല്ലേ, അവിടെ എന്താ കഥ? ഉമ്മ ഉണ്ട്, മക്കളുണ്ട്, അവരെയൊക്കെ പിടിച്ചുകൊണ്ട് പോയി പാവം പിടിച്ച പിള്ളേര്. ഞാനതിന്റെയൊക്കെ അവസ്ഥ ആലോചിക്കുക. ഞാൻ ശരിക്കും റസൽ പൂക്കുട്ടിയുടെ ഭാര്യയുടെ ഈ പെണ്ണിന്റെ മക്കളുടെ എന്തൊരവസ്ഥയായിരിക്കും ഇവരൊക്കെ അല്ലേ? കഷ്ടം തന്നെ. അപ്പോ നമുക്ക് കൂടുതൽ എന്താ ഇതിനെ കുറിച്ച് പറയേണ്ടതല്ലേ? ഒരു ലൂപ്പ് ഹോളിൽ പെട്ടിരിക്കുന്നത് ഈ പാപം നമ്മളെ പ്രേക്ഷകരാണ് എന്ന് വേണം പറയലേ. ഇതിനൊരു അന്തോ ഇല്ല, ഒരു കുന്തോ ഇല്ല. സത്യം പറഞ്ഞാൽ ഇങ്ങനെ നീണ്ടുപോകുകയാണ് ഇതൊരു പരമ്പര. മെഗാ സീരിയൽ എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെയാണ് ഇപ്പൊ കാര്യങ്ങളുടെ പോക്ക്. ഇനി എന്ന് അവസാനിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തീർച്ചയില്ല. ഡെയിലി ഓരോന്നോരോന്ന് ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിനിടയിൽ എനിക്ക് ഏറ്റവും വിഷമം തോന്നിയത് എന്താണെന്ന് അറിയുമോ? ആ കുട്ടികളുടെ കാര്യമാണ് കേട്ടോ. അച്ഛനും അമ്മയും തമ്മിലുള്ള ഈ ഒരു പോര് അവരുടെ കുട്ടികളെ എത്രമാത്രം ബാധിക്കുന്നുണ്ടാകുമല്ലേ? പൊതുവെ ഇവര് മാത്രമല്ല, ഏതൊരു കുഞ്ഞിന്റെയും അവസ്ഥ. അതായത് അച്ഛനും അമ്മയൊക്കെ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നതിന്റെ ഇടയിൽ അവർ കുഞ്ഞുങ്ങളുടെ കാര്യം മറന്നു പോകുന്നുണ്ട്. എന്റെ കുഞ്ഞിനൊന്ന് കാണണമെന്ന് ഇവിടെ ഫിറോസ് കേണപേക്ഷിക്കുമ്പോൾ അവനെ കാണിക്കാൻ എനിക്ക് പേടിയാണ് എന്ന് സജന പറയുമ്പോൾ ഇതിൽ ആരാണ് ശരി എന്ന് തീരുമാനിക്കാൻ നമ്മളും ആരാണ്? പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഇവിടെ ബലിയാടാകുന്നത് ആ നിഷ്കളങ്കരായിട്ടുള്ള കുഞ്ഞുങ്ങൾ മാത്രമാണ്. ഇനി ആലോചിക്കേണ്ട മറ്റൊരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ, ഇവർ എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് പറയുന്നു എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയയിൽ കൂടുതൽ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണോ, അതോ സത്യം പുറത്തു കൊണ്ടുവരാനുള്ള തത്രപ്പാടാണോ? എന്ത് തന്നെയായാലും ഈ ഒരു വാക്കുപോരുകൾ അവസാനിക്കുന്നില്ല എന്നതിന്റെ ഉത്തമ തെളിവുകൾ തന്നെയാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സജിനയും ഫിറോസും തമ്മിലുള്ള ഈ ഒരു തർക്കം നിയമത്തിന്റെ മുന്നിലേക്ക് തന്നെ എത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്കും തീർച്ചയായിട്ടും ചില അഭിപ്രായങ്ങൾ ഉണ്ടാകും. ഫിറോസ് ഖാൻ പറഞ്ഞത് വിശ്വസിക്കാമോ, അതോ സജിനയുടെ വാദങ്ങളാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? നിങ്ങളുടെ ശരിയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ശരിയായിട്ട് തോന്നുന്ന, നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ശരിക്കും ഇതൊക്കെ കാണുമ്പോൾ ജനങ്ങൾക്ക് മാന്യമായിട്ടുള്ള രീതിയിൽ കമന്റ് ഇടാൻ തോന്നുമോ എന്ന് എനിക്കറിയില്ല. കാരണം അമ്മാതിരിയുള്ള കാര്യങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. എന്നാലും വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ തന്നെ നമുക്ക് ഇതിനെ കുറിച്ചൊന്ന് ചർച്ച ചെയ്യാം. കൂടുതൽ ഇത്തരം വിശേഷങ്ങൾക്കും ചാനലിലെ അപ്ഡേറ്റുകൾക്കും വേണ്ടിയിട്ട് ചാനൽ ഇപ്പൊ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്, അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.